യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ. നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ തള്ളി. കേസിൽ നയതന്ത്ര ഇടപെടലിന് കഴിയില്ലെന്ന കേന്ദ്രം വ്യക്തമാക്കി. നമസ്കാരം. സംഘികള് കുറച്ച് ഉടായ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. നിമിഷപ്രിയയുടെ കേസും അബ്ദുൾ റഹീമിന്റെ കേസും താരതമ്യം ചെയ്തുകൊണ്ടാണ്, അതായത് നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണ് ഇപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വരുന്നത്, അതുകൊണ്ടാണ് ആരും സഹായിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘികൾ പല ന്യൂസുകളും അടിച്ചിറക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ? നിമിഷപ്രിയ ചെയ്തതും റഹീം ചെയ്തതും രണ്ടും രണ്ടാണോ അതോ ഒന്നാണോ എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഇവിടെ റഹീമിനെ ബ്ലഡ് മണി കൊടുത്താൽ മോചിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് സൗദി പൗരന്റെ കുടുംബമാണ്. അതായത് ഇവിടെയുള്ള GCCയിലെ നിയമം വെച്ചുകൊണ്ട് ബ്ലഡ് മണി ആവശ്യപ്പെടേണ്ടത് മരിച്ച വ്യക്തിയുടെ കുടുംബമാണ് എന്നുള്ള കാര്യം ആദ്യം ഈ ചാണകം തലയിൽ കൊണ്ട് നടക്കുന്ന സംഘികളൊന്നും മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഞങ്ങൾ ബ്ലഡ് മണി തരാം, ഞങ്ങളുടെ എന്താ പറയുക സഹോദരിയെ വിട്ടുതരൂ അല്ലെങ്കിൽ സഹോദരനെ വിട്ടുതരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിച്ചാൽ മാത്രമാണ് എന്താവുള്ളൂ ആ നിയമം നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് സൗദി പൗരന്റെ കുടുംബം അനുവദിച്ചത് കൊണ്ടാണ് റഹീമിനെ ബ്ലഡ് മണി കൊടുത്ത് മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നിങ്ങളോട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് ന്യൂസ് നിമിഷപ്രിയയെ കുറിച്ചുള്ള ഒരുപാട് ന്യൂസുകൾ എടുത്തു നോക്കി. അതിൽ എവിടെയും ഈ യമനി പൗരന്റെ കുടുംബം ബ്ലഡ് മണി തന്നു കഴിഞ്ഞാൽ 1.5 കോടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പോലും ഞാൻ എവിടെയും കണ്ടില്ല എന്നാണ് ആദ്യമേ പറയാനുള്ളത്. അങ്ങനെ അവര് സമ്മതിക്കുന്നുണ്ട് എങ്കിൽ, നിമിഷപ്രിയ ചെയ്ത കുറ്റം അവൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിൽ അവളെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും സംഘികളെ, നിങ്ങളെ അണ്ണാക്കിലടിക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല, കാരണം എന്റെ പേര് വെച്ച് നിങ്ങൾ എന്നെ സുഡാപ്പിയാക്കും. ആ സുഡാപ്പിയാക്കൽ എനിക്ക് മത്തായി പറഞ്ഞതുപോലെ മാത്രമാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം സത്യം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ച് പറയുക തന്നെ ചെയ്യും. എന്താണ് നിമിഷപ്രിയ ചെയ്ത കുറ്റം എന്നുള്ള ന്യൂസ് 1 വർഷം മുൻപ് മനോരമയിൽ വന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനുശേഷം 1 by 1 ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. കേന്ദ്ര സർക്കാർ ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കൂടെ നിങ്ങൾ അറിയണം ചാണക സംഘികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആദ്യം നമുക്ക് നിമിഷപ്രിയ ചെയ്ത ആ കുറ്റം മനഃപൂർവ്വമുള്ളതാണോ അതോ അബദ്ധവശാലുള്ളതാണോ എന്നുള്ളതൊന്ന് കേട്ടു നോക്കാം. പ്രോസിക്യൂഷൻ ഇടപെടലോടെ യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ്. വധശിക്ഷ നടപടി വേഗത്തിലാക്കാനാണ് യമൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ മേധാവി നിർദ്ദേശം നൽകിയത്. യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയയ്ക്ക് യമൻ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് വധശിക്ഷ വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ 2014 കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹായം നിമിഷപ്രിയ തേടുന്നത്. 2017 അബ്ദു മഹദി കൊല്ലപ്പെട്ടത്. അബ്ദു മഹദിയുടെ പീഡനങ്ങൾ സഹിക്കാതെ വന്നപ്പോഴാണ് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ നിമിഷയെ ഉപദ്രവിക്കുമായിരുന്നു. ലഹരി മരുന്നിനടിമയായ തലാലിനും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുമായിരുന്നുവെന്ന് നിമിഷ പരാതിയിൽ പറയുന്നുണ്ട്. നിമിഷപ്രിയ ഭാര്യയാണെന്ന് തലാൽ പലരെയും വിശ്വസിപ്പിച്ചിരുന്നു. ഇതിനുള്ള രേഖകളും തലാലിന്റെ പക്കലുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം ക്ലിനിക്ക് തുടങ്ങാനുള്ള വ്യാജരേഖയായിരുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി. ക്ലിനിക്ക് തുടങ്ങാൻ സഹായിച്ചെങ്കിലും വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി. സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു, വിറ്റതായും നിമിഷ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തെത്തിയ ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നില വന്നതോടെ ഒരു ദിവസം അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് നൽകി മയക്കിയെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കോടതിയിൽ പറഞ്ഞത്. മൃതദേഹം നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ജലസംഭരണിയിലിട്ടു. സംഭവശേഷം സ്ഥലം വിട്ട നിമിഷപ്രിയ 200 കിലോമീറ്ററിലധികം ദൂരെ മറ്റൊരു ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു. ഇതിനിടെ കാണാതായ തലാലിന് വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി. നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും. അപ്പോൾ കേട്ടില്ലേ ആ ന്യൂസ്? വളരെ കൃത്യമായിട്ട് കേട്ടില്ലേ സംഘികളെ, ചാണകങ്ങളെ? വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടല്ലോ ആ ന്യൂസ്. അതായത് ആ പൗരനെ, യമൻ പൗരനെ അനസ്തേഷ്യ നൽകിക്കൊണ്ട് അവനെ മയക്കി കിടത്തിയിട്ട് അവൻ ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ട് ജലസംഭരണിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഇവൾ ചെയ്ത കുറ്റമാണ്. മനഃപൂർവ്വം ചെയ്ത കൊലപാതകം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. നേരെ മറിച്ച് റഹീമിന്റെ അവൻ മനഃപൂർവ്വം ചെയ്തതാണോ? ആണോ? അല്ല, അവന് പറ്റിയ ഒരു അബദ്ധം, അവന് അറിയാതെ സംഭവിച്ചു പോയ ഒരു അബദ്ധം, അല്ലാതെ ആ പൗരനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തതല്ല എന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. നേരെ മറിച്ച് നിമിഷപ്രിയ ചെയ്തിട്ടുള്ളത് അവനെ കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ട് ജലസംഭരണിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടും എങ്ങനെയാണ് നിങ്ങൾ ഒരുപോലെ കാണുന്നത്? ഇത് രണ്ടും എങ്ങനെയാണ് നിങ്ങൾ ഒരേ കൊലക്കുറ്റമായി മാറ്റുന്നത്? എങ്ങനെയാണ് ഇത് രണ്ടും ഒരേ രൂപത്തിൽ വരുന്നത്? ഒന്ന് മനഃപൂർവ്വം ചെയ്ത കൊലപാതകവും മറ്റൊന്ന് അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റുമാണ്. രണ്ടും രണ്ടാണ് ചാണക സംഘികളെ. അപ്പൊ ഇതിൽ ഇപ്പൊ വരുന്ന ന്യൂസുകളിൽ ലാസ്റ്റ് അവരുടെ വോയിസ് എല്ലാം വന്നതിൽ അവർ നല്ലവണ്ണം പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെ പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യമൻ പൗരന്റെ കുടുംബം 1.5 കോടി കൊടുത്താൽ അവളെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. യമൻ പൗരന്റെ കുടുംബമാണ് എന്ത് പറയേണ്ടത്? ബ്ലഡ് മണി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മോചിപ്പിക്കാം എന്ന് പറയുന്നത്. അങ്ങനെ മോചിപ്പിക്കാൻ അവർ സമ്മതിച്ചാൽ മാത്രമാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ. അല്ലാത്ത പക്ഷം അതിന് സാധ്യമാകില്ല. അവരെ കൊണ്ട് നിർബന്ധിച്ച് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ഇവിടങ്ങളിലെ നിയമം എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ നാട്ടിലും തന്നെ
മനഃപൂർവ്വം ചെയ്ത കൊലക്കുറ്റവും അറിയാതെ സംഭവിച്ചു പോയ കൊലക്കുറ്റവും രണ്ടിനും രണ്ട് ശിക്ഷയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്തായാലും 2 വർഷം മുൻപ് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതും കൂടെ നിങ്ങളൊന്ന് കാണി സംഖ്യകളെ. 2 വർഷം മുൻപ് കേന്ദ്രം ഭരിക്കുന്നത് BJP തന്നെയല്ലേ, RSS തന്നെയല്ലേ, സംഘപരിവാർ തന്നെയല്ലേ, അവരെന്താണ് പറഞ്ഞത് എന്നുള്ളത് കൂടെ നമുക്കൊന്ന് കേൾക്കല്ലേ. എന്തായാലും അതുകൂടെ ഒന്ന് കേൾക്കി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസിൽ ഇടപെടാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ട് നൽകിയ അപ്പീൽ തള്ളി. കേസിൽ നയതന്ത്ര ഇടപെടലിന് കഴിയില്ലെന്ന കേന്ദ്രം വ്യക്തമാക്കി. വിവരങ്ങൾ നൽകാൻ ഡി ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ധനസുമോദ്, ഈ നയതന്ത്ര ഇടപെടലിന് സാധ്യമല്ല എന്ന കേന്ദ്രം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് തടസ്സം? യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയയായി നിമിഷപ്രിയ കഴിയുന്നത്. ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയുള്ള ഹർജിയായിരുന്നു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി സമർപ്പിച്ചിരുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ നയതന്ത്ര ഇടപെടൽ സാധിക്കില്ല എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത്. പ്രത്യേകിച്ച് കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ പൗരൻ ആയാൽ പോലും അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ നേരിട്ടുള്ള ഒരു നയതന്ത്ര ഇടപെടൽ സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം ബ്ലഡ് മണി ഇവരുടെ വധശിക്ഷയ്ക്ക് വിധേയമായ നിമിഷപ്രിയയ്ക്ക് ബ്ലഡ് മണി കൊടുത്താൽ മോചനത്തിനുള്ള ഒരു വഴിയൊരുങ്ങുമായിരുന്നു. ഇതിനുവേണ്ടി ഒരു ഇടപെടൽ വേണമെന്നായിരുന്നു ഹർജിക്കാർ ആവശ്യപ്പെട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലായിരുന്നു ഈ സംബന്ധിച്ച ഹർജി കൊടുത്തിരുന്നത്. ഇത് ഈ അപ്പീൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് കാര്യം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കുന്നില്ല. അവർ ചൂണ്ടിക്കാട്ടിക്കുന്നത് നയതന്ത്രത്തിലുള്ള ഇടപെടൽ മറ്റു രാജ്യവുമായി നടക്കില്ല. അതേസമയം തന്നെ സിംഗിൾ ബെഞ്ച് ആക്ഷൻ കൗൺസിലെ മെമ്പർമാർക്കും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും യമനിൽ പോയി കൊല്ലപ്പെട്ട ആളുടെ യമൻ പൗരന്റെ ബന്ധുക്കളുമായി സംസാരിച്ച് ബ്ലഡ് മണി നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായം ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സഹായത്തിനായാലും ഒരു ദ്വിഭാഷിയെ തർജ്ജിമ ചെയ്യാനുള്ള ആളെ അടക്കം കേന്ദ്ര സർക്കാർ തന്നെ നൽകണം എന്ന് തന്നെയായിരുന്നു ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം. പക്ഷേ ആ തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല. നയതന്ത്രപരമായിട്ടുള്ള ഒരു വിലക്ക് മൂലമാണ് ഈ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ ബന്ധുക്കൾ നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും. ഇതിനകത്ത് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി നിമിഷപ്രിയയുടെ മോചനത്തിന് വഴിയൊരുങ്ങി എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുകൂടിയാണ് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നത്. അപ്പോൾ കേട്ടില്ലേ സംഖ്യകളെ, കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇടപെടാൻ കഴിയില്ല എന്നുള്ളത്. ഈ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത്, ബ്ലഡ് മണി കൊടുത്താൽ മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് യമൻ പൗരന്റെ കുടുംബവുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് യമൻ പൗരന്റെ കുടുംബം ഇപ്പോഴും അത് സമ്മതിച്ചിട്ടില്ല. അതാണ് ഇതിലൊക്കെ പറയുന്നത്. അങ്ങനെ യമൻ പൗരന്റെ കുടുംബം ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ വെറും 1.5 കോടി രൂപ നമ്മൾ കേരള ജനത വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ട് അതിൽ അയാൾ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിൽ, ഞാൻ ചെയ്തു പോയത് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ നമ്മൾ തീർത്തും മോചിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിന് വേണ്ടത് ഇവിടെ യമൻ പൗരന്റെ കുടുംബം ഈ ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാമെന്ന് അവർ സമ്മതിക്കണം. അവർ സമ്മതിച്ചാൽ മാത്രമാണ് ആ ബ്ലഡ് മണി കൊടുക്കുന്നതിൽ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ ബ്ലഡ് മണി എന്ന് പറയുന്നത് വെറുതെ പൈസ കൊണ്ടേ കൊടുത്തുകൊണ്ട് നിമിഷപ്രിയയെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന പരിപാടിയല്ല ഇത്. മരിച്ച കുടുംബത്തിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ചെയ്യാൻ കഴിയൂ എന്നുള്ള കാര്യം ചാണകങ്ങളെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്നാണ് പറയാനുള്ളത്. എന്തായാലും 4 മാസം മുൻപ് ഏഷ്യാനെറ്റിൽ വന്നൊരു ന്യൂസ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ വരുന്നൊരു പ്രധാന വാർത്തയിലേക്കാണ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മ നൽകിയ ഹർജി അപേക്ഷയായി കേന്ദ്ര സർക്കാരിന് നൽകാൻ ദില്ലി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ കേന്ദ്രം തീരുമാനമെടുക്കണം. പാസ്പോർട്ട് അടക്കം രേഖകൾ കൈമാറാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ദില്ലിയിൽ നിന്ന് ചേരുന്നത്. ധനേഷ്, നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയെന്ന പ്രധാനപ്പെട്ട വിവരം കൂടി കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്? കഴിഞ്ഞ മാസമാണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി നേരത്തെ ദില്ലി ഹൈക്കോടതിയുടെ മുന്നിലെത്തിയത്. ഈ യമനിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നും അതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും കാട്ടി നിമിഷപ്രിയയുടെ അമ്മയാണ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കേന്ദ്രത്തിന് നോട്ടീസ് അടക്കം ദില്ലി ഹൈക്കോടതി നൽകുകയും വിഷയത്തിൽ ഇടപെടാനുള്ള ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് ഈ യമനിലെ സുപ്രീം കോടതി സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ അപ്പീൽ തള്ളി എന്നുള്ള കാര്യം, അതായത് വധശിക്ഷയ്ക്കെതിരായി അവിടുത്തെ ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളി എന്നുള്ള കാര്യം ദില്ലി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇക്കാര്യത്തിൽ അടക്കമുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ നിമിഷപ്രിയയുടെ അമ്മയോ മറ്റ് കുടുംബാംഗങ്ങളെയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്കായി ഹാജരായ അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഈ കേസിന്റെ വാദത്തിനിടെയാണ് നിമിഷപ്രിയയുടെ അപ്പീൽ യമനിലെ സുപ്രീം കോടതി തള്ളി എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ദില്ലി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ നിമിഷപ്രിയയുടെ അമ്മ നൽകിയ ഹർജിയിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് നേരത്തെ ദില്ലി ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നെങ്കിലും അത്തരത്തിൽ മറുപടി ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇന്ന് ഫയൽ ചെയ്തിരുന്നില്ല. പകരം കേന്ദ്രത്തോട് ഈ അപേക്ഷ, അതായത് ഈ ഹർജി ഒരു അപേക്ഷയായി കേന്ദ്രത്തിന് മുന്നിൽ നൽകാനുള്ള ഒരു നിർദ്ദേശം ദില്ലി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ദില്ലി ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ യാത്രാ നിരോധനം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം കേന്ദ്രം. ഇത് 7 ദിവസത്തിനുള്ളിൽ ഈ അമ്മ നൽകുന്ന അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. പാസ്പോർട്ട് അടക്കം ആരൊക്കെയാണ് പോകേണ്ടതുള്ള കാര്യങ്ങൾ അവരുടെ വിവരങ്ങളടക്കം കേന്ദ്രത്തിന് കൈമാറാനും ഇതിൽ ഉചിതമായി വേഗത്തിൽ തീരുമാനമെടുക്കുവാനുമുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ദില്ലി ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ വാദത്തിനിടെ ദില്ലി ഹൈക്കോടതിയെ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന വിവരം ഈ സുപ്രീം കോടതി, അതായത് യമനിലെ സുപ്രീം കോടതി നിമിഷപ്രിയയുടെ ഹർജി അപ്പീൽ തള്ളി എന്നുള്ള കാര്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ
കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. കാരണം നിമിഷപ്രിയ മോചനത്തിന് ബ്ലഡ് മണി അടക്കം നൽകുന്ന കാര്യത്തിൽ മുതിർന്ന സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അടക്കമുള്ളവരുടെ ഒരു സമിതി ചർച്ച അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ബ്ലഡ് മണി അടക്കം നൽകി മാപ്പപേക്ഷ അടക്കം കൊടുത്ത് നിമിഷയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നതുമാണ്. ഏതായാലും ഇപ്പോൾ ഈ വധശിക്ഷ സുപ്രീം കോടതിയും തള്ളിയൊരു സാഹചര്യത്തിൽ സമയം ഇക്കാര്യത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇടപെടലിലേക്ക് കേന്ദ്ര സർക്കാരിനടക്കം നീങ്ങേണ്ടി വരും. ഏതായാലും അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അപേക്ഷയായി പരിഗണിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഉടനടി തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശമാണ് ദില്ലി ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത്. അപ്പൊ കേട്ടില്ലേ, ഇവിടെ കേന്ദ്ര സർക്കാരിനോടാണ് ഇതിലൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതിൽ പിന്നെയും പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലഡ് മണിയും മാപ്പപേക്ഷയും കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നുള്ള കാര്യം. അവർ ഇപ്പോഴും ബ്ലഡ് മണി കൊടുത്തു കഴിഞ്ഞാൽ മോചിപ്പിക്കാം എന്നുള്ളത് അവർ പറഞ്ഞതായിട്ട് ഒരു ന്യൂസിലും എവിടെയും പറയുന്നില്ല. പിന്നെ എന്ത് കോപ്പിനാണ് നിങ്ങൾ 1.5 കോടി കൊടുത്തു കഴിഞ്ഞാൽ മോചിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ പൊതുവെ സംഖ്യകൾ ചെയ്യാറുള്ളത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്നുള്ള കാര്യത്തിൽ 100-101% ഉറപ്പാണ്. അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ. കാരണം ഈ പേരും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വർഗീയത ഉണ്ടാക്കുക, കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. അത് കേരളത്തിൽ വാഴാൻ പോകുന്നില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഈ വർഗീയത പുലർത്തും തോറും അതൊക്കെ പൊളിച്ചടുക്കി ഇതുപോലെ കയ്യിൽ തന്നിരിക്കും. കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കാണ്, മരിച്ച പൗരന്റെ കുടുംബം, അതായത് യമൻ പൗരന്റെ കുടുംബം സമ്മതിക്കണം. അവര് ഇങ്ങോട്ട് പറയണം, ഞങ്ങൾ ബ്ലഡ് മണി തന്നു കഴിഞ്ഞാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അവര് അങ്ങനെ പറഞ്ഞതായിട്ട് എവിടെയും ഒരു ന്യൂസിലും കാണുന്നില്ല. പിന്നെ എന്തിന്റെ പേരിലാണ് പൈസ പിരിക്കേണ്ടത്? ആർക്ക് വേണ്ടിയിട്ടാണ് പൈസ പിരിക്കേണ്ടത്? പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ. കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല. അത് കേന്ദ്ര സർക്കാരും ഇടപെടാവുന്നതേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ബ്ലഡ് മണി കൊടുത്താൽ മോചിപ്പിച്ച് തരാമെന്ന് അവരുടെ യമൻ പൗരന്റെ കുടുംബത്തെ സമ്മതിപ്പിച്ച് അവരുടെ യമൻ പൗരന്റെ കുടുംബം പറയുകയാണ്, ഇത്ര പണം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതും ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. പക്ഷേ അതിന് യമൻ പൗരന്റെ കുടുംബം പറയണം. പറയാത്ത പക്ഷത്തോടെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ട് പിരിവ് നടത്തുന്നത്? കോടികൾ നമ്മൾ പിരിക്കുന്നുണ്ട് പല ചികിത്സാ സഹായങ്ങൾക്കും വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ നിമിഷപ്രിയ പശ്ചാത്തപിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിന് വേണ്ടത് ആദ്യം യമൻ പൗരന്റെ കുടുംബം ഇവിടെ ബ്ലഡ് മണി തന്നാൽ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള സമ്മതം മൂളുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ നിമിഷപ്രിയയുടെ കുട്ടിയെ ഞാൻ കണ്ടു ഒരു വീഡിയോയിൽ. ആ കുട്ടിയെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാരണം സ്വന്തം അമ്മ ജയിലിൽ കിടക്കുകയാണ്, കുട്ടി നാട്ടിലാണ്, സ്വന്തം അമ്മയെ ചെറുപ്രായത്തിൽ കണ്ടതാണ് ആ കുട്ടി. അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരുന്നുണ്ട്, നമുക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഞാനും ഒരു കൊച്ചിന്റെ ഉപ്പയാണ്, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സംഖ്യകൾ പ്രചരിപ്പിക്കുന്ന 1.5 കോടി മാത്രമാണ് അവർക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ പിരിവ് നടത്തി അത് കണ്ടെത്താൻ നമ്മളുടെ കേരള ജനത തയ്യാറാണ്. എന്താണ് അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളത്? ഇവിടെ നിമിഷപ്രിയ ചെയ്തിട്ടുള്ളത് മനഃപൂർവ്വമുള്ള ഒരു കൊലപാതകമാണ്. അതായത് അവൾക്ക് സഹി കെട്ടിട്ടാണ് അവൾ അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അവൾ പറയുന്നത് അനുസരിച്ച് അവളെ എന്താ പറയാ നിരന്തരമായി ഉപദ്രവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവൾ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിന് മുതിർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാനുള്ളത്, അവൾ പശ്ചാത്തപിക്കുന്നുണ്ട് എങ്കിൽ, അവളുടെ വോയിസുകൾ കേട്ടെടുത്തോളം അവൾ പശ്ചാത്തപിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അവളെ രക്ഷപ്പെടുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ അതിന് വേണ്ടത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ യമൻ പൗരന്റെ കുടുംബം 1.5 കോടി കൊടുത്തു കഴിഞ്ഞാൽ അവളെ രക്ഷിക്കാമെന്ന് അല്ലെങ്കിൽ അവളെ മോചിപ്പിക്കാമെന്ന് അവർ ഉറപ്പ് തന്നു കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് കേരള ജനത അത് പിരിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് പിരിച്ചിരിക്കും, അത് കണ്ടെത്തിയിരിക്കും. പക്ഷേ അതിന് ഈ പറയുന്ന യമൻ പൗരന്റെ കുടുംബം സമ്മതിക്കുകയാണ് വേണ്ടത് എന്നാണ് സംഘടന നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ വെറുതെ തെറ്റിദ്ധാരണകൾ പരത്തി അവൾ ഹിന്ദു ആയതുകൊണ്ടാണ്, ഇവൻ മുസ്ലിം ആയതുകൊണ്ടാണ്, മറ്റവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അണമുട്ടിയാൽ അണലിയും കടിക്കും എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം സഹിക്കവയ്യാതെ ഒരു നാൾ കേരള ജനത നിങ്ങളെ ആട്ടിയടിക്കുന്ന ദിവസം അധികം വിദൂരമല്ല എന്നാണ് നിങ്ങൾ സംഘികളോട്, കേരളത്തിലെ ഒരു പൗരൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരൻ, കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഏകദേശം എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.